യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണം ഇന്ന് പകലും തുടരുകയാണ്. യേശു പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് തടിച്ചുകൂടി. യേശുവിൻ്റെ അടുക്കൽ വന്നവരിൽ ചിലർ രോഗികളാണ്. എന്തുകൊണ്ട് രോഗികൾ വരുന്നു എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് രോഗികൾക്ക് നല്ല വൈദ്യനാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കിയപ്പോൾ അവനെ കൊണ്ടുവന്ന കിടക്ക അവൻ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. കുരുടൻ കണ്ണു തുറന്ന് കാണുകയാണ്. മുടന്തൻ തുള്ളിച്ചാടുകയാണ്. ഒത്തിരി ആവശ്യക്കാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. രോഗികളൊക്കെ സൗഖ്യമാകുന്നു. അങ്ങനെ വളരെ അത്യാവശ്യമായി വിടുതൽ വേണ്ടവരൊക്കെ വിടുതൽ പ്രാപിച്ച് അങ്ങ് മടങ്ങിയപ്പോൾ ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് അറിയാൻ കൊതിക്കുന്നവരാണ്. അവർ യേശുവിനോട് ചോദിച്ചു, യേശുവേ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ഞങ്ങളോടൊന്ന് പറയണം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാമായിരുന്നു. ഗുരു, നീ ഒന്ന് പറഞ്ഞു തരണം. യേശു അവരോട് പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് പറഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്നായിരുന്നു അവരുടെ ചോദ്യം. യേശു അവരോട് പറഞ്ഞു, ദൈവം പ്രസാദിച്ച ഒരു പ്രവൃത്തി, ദൈവം ചെയ്ത ഒരു പ്രവൃത്തി ഈ ഭൂമിയിലുണ്ട്. അതാണ് ദൈവം പ്രസാദിച്ചത്. ആ പ്രവൃത്തി ചെയ്തത് ദൈവം തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളത് തന്നെ ചെയ്യണം. നിങ്ങളത് മാത്രം ചെയ്യണം. ദൈവം ചെയ്ത പ്രവൃത്തിയിൽ, ദൈവം പ്രസാദിച്ച പ്രവൃത്തിയിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവമേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങേക്ക് പ്രസാദമുള്ളത് എന്താണ് എന്ന ചോദ്യവുമായി വന്നവരോട് യേശു പറഞ്ഞു, ദൈവം പ്രസാദിച്ച പ്രവൃത്തി ദൈവം തന്നെ ചെയ്ത പ്രവൃത്തിയാണ്. നിങ്ങളതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾ വിശ്വസിച്ചാൽ അതാണ് ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദം. പ്രിയപ്പെട്ടവരെ, യേശു ഈ താണഭൂമിയിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നാം ഇവിടെ എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും നല്ലതാണ്, പക്ഷേ അതൊന്നും നമ്മെ സ്വർഗത്തിലെത്തിക്കില്ല. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയുകയില്ല. ദൈവം പ്രസാദിച്ച പ്രവൃത്തിയാണ് യേശുവിൻ്റെ ജനനം. ദൈവം പ്രസാദിച്ച പ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. ദൈവം പ്രസാദിച്ച പ്രവൃത്തിയാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് മൂന്നും ചെയ്തത് ദൈവമാണ്. ദൈവം തന്നെയാണ്
കന്യകയായ മറിയയുടെ അകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചത്. ദൈവം തന്നെയാണ് നമ്മുടെ പാപത്തെ മുഴുവനും പുത്രന്റെ മേൽ ചുമത്തിയത്. ഇവൻ നീതിമാനാണെന്ന് ജഡ്ജി പറഞ്ഞിട്ട് പോലും ജഡ്ജിയുടെ വാക്കിന് മുകളിൽ ഒരു വിധി നടത്തിയ ദൈവം അവനെ ക്രൂശിച്ചത്, അവനെ ഏൽപ്പിച്ചു കൊടുത്തത് പിതാവ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാം നാൾ യേശുവിനെ ഉയർപ്പിച്ചത് പിതാവാണ്. ദൈവം അതിൽ പ്രസാദിച്ചു. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവന് ദൈവം പാപമോചനം നൽകും. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം സമാധാനം നൽകും. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം നിത്യജീവൻ നൽകും. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചാൽ, ഇന്ന് തന്നെ നിങ്ങൾ അവൻ്റെ മകനാകും. മകനെന്ന് പറഞ്ഞാൽ അതെ, മകൻ തന്നെ. ഒരവകാശ കൈമാറ്റം, അധികാര കൈമാറ്റം, ഒരു സ്ഥാന കയറ്റം. വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ ദൈവം കൈമാറുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.